ഞാൻ സ്വപ്നം കണ്ടു അപ്പൊ ഞാൻ സ്വപ്നം കണ്ടാടി ഇതെന്ത് കൂത്തത് ഞാൻ സ്വപ്നം മോളെന്തിനാ അറിയുന്നേ മോളെ കുഞ്ഞൊന്ന് പറഞ്ഞു കൊടുത്തേ ഞാൻ മോളെ അച്ഛനാണേ ഇട ഒന്ന് വന്ന് പറയടാ ഇത് ഞാനല്ലടാ എന്താടാ ഇട ഇത് ഞാനല്ലടാ ഇത് എന്ത് പിള്ളേരും പെണ്ണു നോക്കി ഇത് കരയുന്നു നോക്കി എന്റെ ദൈവം നിങ്ങളേതാ അതെ മറ്റേ ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്ന ആരൊന്ന് കേക്ക് നിങ്ങളെങ്ങോട്ടായി പോകുന്നേ അവിടെ എന്നാ കളിച്ച വാസു എടാ വാസു എടാ ഇവിടെ എന്നാണ് നടക്കുന്നത് നീ എങ്കിലും ഒന്ന് പറയടാ വാസുട്ടാ എങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീ കണ്ടപ്പോ ശരത്തെ ചെതയൊരുക്കണ്ടേ പിന്നെ വേണ്ടേ അതിപ്പോ എവിടെ ഒരുക്കും അത് ഈ പറമ്പിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഒരുക്കാം ഓ നിങ്ങളുടെ സ്ഥലല്ലേ നമ്മ ആടേക്കല്ലേ താമസിക്കണേ ചേട്ടനും ഫാമിലിയൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ ഞങ്ങൾ ആ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല ചേട്ടനും അത് കുഴപ്പമില്ല എവിടെ വേണമെങ്കിലും ഒരുക്കാം എന്നാ പിന്നെ വടക്കേപ്പുറത്ത് മാവ് വെട്ടാല്ലേ അത് വേണ്ട ഞാൻ വിറകേൽപ്പിച്ചിട്ടുണ്ട് എന്നാ ശരി ബാക്കി കാര്യങ്ങളൊക്കെ അല്ല പൈസ എന്തെങ്കിലും ആവശ്യം വരുമോ അല്ല പറഞ്ഞാൽ മതി കുട്ടികളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത് എന്നാ ഞാനവിടെ സിന്ധു എടേ നീ എന്തിനാണ് ഈ ഒരു തുണിയിൽ നോക്കി നീ കൊച്ചു കരയുന്നത് ഞാൻ ഇരിക്കുന്ന മോളെ എന്തിനാ അയ്യോ എന്താ വേണു പള്ളിപ്പറമ്പിൽ രാമൻ മകൻ കുട്ടൻ അല്ലേ? നിങ്ങളാരാ? ഇത് കാലിൽ ധരിച്ചോളൂ. അപ്പൊ എന്റെ കാലം കിടക്കുന്ന താനെടുക്കും. ചെരുപ്പ് വയ്ക്കാൻ കണ്ട സമയം എനിക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നതാണ്. കുട്ടന്റെ കാലിൽ ചെരുപ്പൊന്നും ഇല്ലല്ലോ, ഇതിട്ടോളൂ. ഇക്കൊല്ലത്ത് പൂരം കുട്ടേട്ടന് മിസ്സായില്ലേ? കുട്ടൻ ഒതുങ്ങണ്ട, അവര് പൊയ്ക്കോളും. കുട്ടൻ ഓൾറെഡി ഒതുങ്ങി കഴിഞ്ഞു. തനിക്കിപ്പോ എങ്ങനെ എന്നെ കാണാൻ പറ്റുന്നേ? അവിടേക്കൊന്നും ഒരു തണ്ടികൾക്കും എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പെണ്ണുപിള്ളേക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ തനിക്ക് മാത്രം? അതൊക്കെ വഴിയേ പറയാം. ഇപ്പൊ കുട്ടൻ ഇതിൽ കേറിക്കോളൂ. നിങ്ങൾ ശരിക്കും ആരാ? കാലൻ. ഈ ആത്മാവിനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്ന കാലനാണോ? അതെ. അയ്യോ, കൗസല്ല വീണത്. പിടിച്ചോളി എല്ലാരും കൂടി. എന്താ വാസോട്ടാ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്താണ്? നോട്ടെ, ഇത് BP ലോ ആയതാണ്. ഒരു കുഴപ്പമില്ല. കുറച്ചായി നാരങ്ങ കൊണ്ട് എടുക്കട്ടെ. ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടല്ലേ? ഞാൻ കൊടുത്തോളാം. കൂടുതൽ പഞ്ചാരി ഒന്നും വേണ്ട.
ചന്ദ്രി കുട്ടേട്ടൻ കഴിഞ്ഞ 2000 രൂപ എൻ്റെ വാങ്ങിയിരുന്നു. അതെന്റെ കെട്ടിയനോട് പറഞ്ഞൊന്ന് വാങ്ങിത്തരണം കേട്ടാ. എന്റെ കെട്ടിയവൻ എന്ത് ചെയ്യാനാ? കുട്ടേട്ടന്റെ ബാധ്യത ഏറ്റെടുക്കാനേ. വാസേട്ടൻ എന്താ സഹകരണ ബാങ്കാ? എല്ലായിടത്തും നമുക്ക് കടം മേടിക്കും ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കാനേ. ഇതൊക്കെ എന്തിനാ കെട്ടുന്ന പൈസകള്? നാട് നീളെ കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാറിയാട്ടാ. ഇങ്ങനെ കുടുങ്ങുന്നതാണ്. ഈ പോത്തിന്റെ പുറത്ത് വരുന്ന മറ്റേ ആളെന്തേ ലീവാ? ഏയ് ഇപ്പൊ യുദ്ധത്തിന്റെ സീസൺ അല്ലേ, അദ്ദേഹം ഭയങ്കര ബിസിയാ. ഞാന് മൂപ്പരുടെ അപ്രന്റീസാ. ഓ, എന്നാലും നിങ്ങളെയൊക്കെ അപ്രന്റീസ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് തന്നെ ഭാഗ്യമല്ലേ. കൊറോണ കാലത്ത് എന്റെ പ്രകടനം കണ്ട് കൂടെ കൂട്ടിയതാ. എന്റെ വിധി. എന്താ? അല്ല, ചത്തിട്ട് നല്ലൊരു കാലിന്റെ കൂടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. കാലിനകത്ത് അയ്യോ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്റെ അവസ്ഥ ഓർത്ത് പറഞ്ഞല്ലേ, ക്ഷമിച്ചേക്ക്. ഓ, എന്തിന്? ഞാനിതൊക്കെ കുറെ നാളുകൊണ്ട് അനുഭവിക്കുന്നതാ. കുട്ടൻ ഈ ചെരുപ്പിട്ടോളൂ. ഏയ്, ഇതുപോലത്തെ ചെരുപ്പൊന്നും ഞാൻ സാധാരണ ഇടാറില്ല. ഇത് VIP സാധനമല്ലേ. ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ കുട്ടാ. വേണ്ട, ഞാൻ ആരെയൊന്നും മേടിച്ചിടാറില്ല. അല്ല സാറേ, ഞാനെങ്ങനെ മരിച്ചേ? അത് പറഞ്ഞു തരുന്നൊന്നും എന്റെ പണിയല്ല. എന്താ മരിച്ചാൾക്ക് അവകാശമില്ല, അതറിയാം. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ശാരീരികമായിട്ട് ഒരു അസുഖം എനിക്കില്ല. നന്നായിട്ട് അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്, അറിയോ? 2 എണ്ണം അടിക്കും, 1 മിനിങ്ങും, അത്രേ ഉള്ളൂ. ഞാൻ മാത്രമുള്ള കാരണമില്ല എനിക്ക്. സാറേ പറഞ്ഞു സാറേ, ഞാൻ എങ്ങനെയാ സാറേ മരിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് മെസ്സേജ് വരും, ചെന്നെത്തേണ്ട സ്ഥലത്തുള്ള റൂട്ട് മാപ്പും തരും. നിങ്ങളുടെ ആധാർ ID പോലെ നമ്മുടെ കയ്യിൽ ഒരു ID ഉണ്ട്. അത് വെച്ച് ഒത്തു നോക്കും. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങ് വരും. ദേ, ഈ ചെരുപ്പിൽ കയറുന്നതോടെ ആത്മാവ് എൻ്റെ കൂടെ വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇട്ടോ എന്നാ, ഇട്ടോ മോനെ, ഇട്ടോടാ. കയറ് കുട്ടാ. യാടാ കിട്ടിയതല്ലേ? കിട്ടിയതാ. എന്നെ കൊണ്ടാൻ പറ്റിയ പോണു. ഞാനത് കേറിയിട്ട് എന്തോ പാടോ ഇത്? ഞാൻ എന്ത് ചെയ്യാൻ? നിഷേധി എന്നാലും പാവമായിരുന്നു. അവന്റെ കൂട്ടുകെട്ട കട്ടത്തിലുള്ളതായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കൾച്ചർ കാണാതിരിക്കോ? എന്നാലും എന്നെ കണ്ട ഗോപി മാഷ എന്ന് പറഞ്ഞ് ഓടി വന്ന് മുണ്ടിന്റെ മടുക്കുത്ത കഴിച്ചിട്ട് നിൽക്കും. എന്നെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാ. ആളൊരു തല്ലിപ്പുള്ളിയാണെങ്കിലും പാവാ. സിന്ധുവിന്റെ കരച്ചിലിന് നല്ല ആഴവും പരപ്പും ഒക്കെ ഉണ്ട്. എന്നാ മകൾ അത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. പുതിയ തലമുറയല്ലേ, അതിന്റെ പ്രശ്നമൊക്കെ കാണും. അരച്ചിന്റെ അളവെടുക്കാൻ വന്നേക്ക. ഇനിയിപ്പോ പേര് സാറന്മാരുന്ന് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. 500,000 ഒക്കെ കിട്ടുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എനിക്ക് 500 രൂപ എടുത്തു. വേണട്ടാ, വയ്യാതിരിക്കല്ലേ, മരുന്ന് മേടിക്കാലോ എന്നും പറഞ്ഞിട്ട് എനിക്ക് ആരാ തരാൻ 500ന്റെ വന്നേ. ഞാൻ തരാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. അല്ല, നിങ്ങൾ കാണില്ല. അയ്യോ, ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. വയ്യാഞ്ഞിട്ടാ എനിക്ക് കാണണ്ട. ഇനി ആ വരണ വഴിയിൽ ഒന്നുകൂടെ വെക്കാം. ആ വളവിൽ അങ്ങോട്ട് ചെയ്തോട്ടാ. ഓക്കെ. ഇതാണ് ആൾക്കാരുടെ മനോഭാവം. ആൾക്കാരും കണക്കാ, സാറും കണക്കാ. മരിച്ചു പോകാനുള്ള പ്രായമാണ് എനിക്ക്. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മസനോടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര പോകണമെന്ന് കരുതിയിരുന്ന. കഴിഞ്ഞ കൊല്ലം കന്യാകുമാരിക്ക് പോയപ്പം രമ്യമോളുടെ മൊബൈലിലെടുത്ത ഫോട്ടോയാ അത്. ആ ഫോട്ടോയിൽ എൻ്റെ കൂടെ സിന്ധു ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് ബേബി ആ സിന്ധുവിനെ കട്ട് ചെയ്തിട്ട് എന്നെ മാത്രം കൊണ്ട് പതിപ്പിച്ച് വെച്ചേക്കുന്ന. അതിലെല്ലാവരുടെ എന്നെ മാത്രം പിടിച്ചുകൊണ്ട് പോകല്ലേ. എന്തു വന്നാലും ചിതയിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുവരെ വേണേ ഞാനങ്ങ് മാറിത്തരാം, ശല്യപ്പെടുത്തുന്നില്ല. ശല്യമാണെന്ന് ബോധ്യമായി അല്ലേ?